ഷീനെ, ഷീനെ, ഇവളെന്നെ കണ്ണു തുറന്നു വെച്ച് സ്വപ്നം കാണുവാണ്. ഡി, എന്താ ചേച്ചി? ബാക്കിയുള്ള തൊണ്ട പൊട്ടി എത്ര സമയം നിന്നെ കിടന്ന് വിളിക്കാൻ തുടങ്ങിയിട്ട്? നീ ഇവിടെ ഇരുന്ന് സ്വപ്നം കണ്ടോണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വിളിച്ചൊന്നും നീ കേട്ടില്ലേ? അയ്യോ ഞാൻ ചേച്ചി, ഞാൻ കേട്ടില്ല. ഞാനെന്തോ ഇങ്ങനെ ആലോചിച്ചിരുന്നു പോയി. ഓ, ഇനി കൊറേ ആലോചിച്ചാ കൊറേ നല്ല കാര്യമാണ് നിന്റെ. ഈ വീട്ടിൽ എന്തെല്ലാം പണിയുണ്ട്. നിനക്ക് ഇതൊക്കെ ഒന്ന് നോക്കിക്കണ്ട് ചെയ്തൂടെ? എല്ലാം കൂടെ തന്നെ എന്നെ കൊണ്ടൊന്നും പറ്റൂല ചെയ്യാൻ വേണ്ടിട്ട്. എന്താ ചേച്ചി, ഞാൻ വരാം, ഞാനും കൂടെ കൂടാ. എന്നാ പിന്നെ അങ്ങോട്ട് ചെയ്യും. അങ്ങോട്ട് ഏത് നേരം നോക്കിയാലും ഇങ്ങനെ ഇരുന്നോളൂ. കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോഴത്തേന് കെട്ടിയോനെ കളഞ്ഞിട്ട് വന്നേക്കുക. അതിന് സപ്പോർട്ട് ചെയ്യാൻ ഒരു ആങ്ങളെ. അവന് ചില മോശമായാലും എന്നാ സഹിച്ചും കണ്ട് അവിടെ നിൽക്കണം. ആങ്ങളെയും ചേച്ചിയും സന്തോഷത്തോട് ജീവിച്ചോട്ടെ എന്ന് വിചാരിക്കല്ലേ എന്റെ. അവരെ ശല്യപ്പെടുത്താൻ വേണ്ടി ഇങ്ങോട്ട് വലിഞ്ഞേറി വരുവാണ് ചെയ്യുന്നത്. ഇതിനെ കെട്ടിച്ചു വിട്ടപ്പോ എന്റെ ശല്യം ഒഴിഞ്ഞാ ഞാൻ വിചാരിച്ചത്. അല്ലേലും അങ്ങേർക്ക് കൂറ അവളോടാ എന്നെക്കാളും. എന്തേലും പറയാൻ പറ്റുമോ? അപ്പൊ എന്നെ പഠിച്ചു കയറാൻ വരൂലേ? ഇനി ഞാൻ നിന്നെ മര്യാദ പഠിപ്പിക്കാം. കുറെ നാളായി ഞാൻ കാണുന്നു. ഇപ്പൊ നോക്കിയാലും വിഷമം വിഷമം എന്ന് പറഞ്ഞിരിക്കുക. ഇനി ഞാൻ അവളെ ഇരുത്താം. നിനക്കിട്ട് ഞാൻ പണി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പത്തെ പെമ്പിള്ളാരുടെ ഒക്കെ ഒരു കാര്യമേ ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നേ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കെട്ടിയവന്റെ വീട്ടിൽ നിന്ന് പിണങ്ങിയിട്ട് ഇങ്ങോട്ട് പോരും. അവിടെ അവനവന്റെ വീട്ടില് ആങ്ങളയുണ്ട്, ആങ്ങളെ കല്യാണം കഴിഞ്ഞു, പിള്ളേരുണ്ട്, അവർക്ക് കുടുംബമായി. അതൊന്നും അവര് ചിന്തിക്കുകയല്ല. സ്വന്തം കാര്യമേ ചെറിയ പ്രശ്നങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിക്കണ്ടേ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഇങ്ങോട്ട് പോരുവാണോ? എത്ര എണ്ണങ്ങളാ നമ്മളിങ്ങനെ കേൾക്കുന്നേ. എന്തൊരു കഷ്ടമല്ലേ ഇപ്പത്തെ ഓരോ കാര്യങ്ങളെ. അപ്പുറത്തെ ആ വീട്ടില് നീ അറിയത്തില്ലേ? അപ്പുറത്തെ വീട്ടിലാ, എന്നായിരുന്നു ചേച്ചിയുടെ പേര്? ഞാൻ മറന്നും പോയല്ലോ. രമൺ ചേച്ചിയുടെ അവിടുത്തെ ആ പെണ്ണും വന്നെന്ന് പറയുന്നത് കേട്ടോ, കെട്ടിയോനോട് പിണങ്ങിയിട്ട്. ഞാൻ നോക്കിയിട്ട് ആ ചെറുക്കനെ വലിയ കുഴപ്പമൊന്നും ഞാൻ കണ്ടില്ല. നല്ല മര്യാദക്കാരൻ ചെറുക്കനായിരുന്നു. വീട്ടില് കൂട്ടിക്കൊണ്ട് വരാൻ ആളുണ്ടെങ്കിൽ പിന്നെ വരുന്നേനല്ല അല്ലേ? എല്ലാത്തിന്റെ അടുത്തും കണക്കാ. ചേച്ചിക്ക് അറിയാലോ ചേച്ചി, ഞാൻ അങ്ങനെ നിസ്സാര കാര്യത്തിനല്ലല്ലോ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന്. എന്നെ കൊണ്ട് സഹിക്കാവുന്നതിന്റെ പരമാവധി സഹിച്ചിട്ടല്ലേ ഞാൻ പോകുന്നത്. അത് ഏട്ടൻ നിർബന്ധിച്ചത് കൊണ്ടല്ലേ. അയ്യോ, ഞാൻ മോളെ അല്ലല്ലോ പറഞ്ഞത്. ഞാൻ പൊതുവെയുള്ള കാര്യം പറഞ്ഞതാ. മോളുടെ കാര്യം ഞങ്ങൾക്ക് അറിയാലോ. അവന് ഭയങ്കര ശല്യമായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു, നമുക്കറിയാലോ. ഞാൻ മോളുടെ കാര്യമല്ല പറഞ്ഞത്, പൊതുവേ പറഞ്ഞതാ. കൊറേയൊക്കെ പെൺപിള്ളേരെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിക്കണം. അത് ഞാൻ പൊതുവേ പറഞ്ഞതാ. മോള് പണിയെടുത്തോ, ഞാൻ വെറുതെ പൊതുവായിട്ട് പറഞ്ഞതാ. മോള് ഭക്ഷണം കഴിക്കുവാണോ? കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. അല്ലെ, ഞാൻ ഓർക്കുമായിരുന്നേ, സാധനങ്ങൾക്കൊക്കെ ഇപ്പൊ എന്നാ വിലയാ. ഒന്നും പിടിക്കുന്നിടത്ത് നിൽക്കുന്നില്ല. ചെലവിനനുസരിച്ച് ഒന്നും വരവുമില്ല. ചേട്ടന് പിന്നെ ഇന്ന കറി വേണമെന്നൊന്നും ഇല്ലായിരുന്നല്ലോ. എന്ന കറിയാണെങ്കിലും ചേട്ടന് കുഴപ്പമില്ല. നിനക്കറിയാലോ അത്. പിന്നെ എന്റെ കാര്യം പറയോ? എനിക്കും അങ്ങനെ തന്നെ, എന്തായാലും കുഴപ്പമില്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പൊക്കോണ്ടിരിക്കുവായിരുന്നു. പക്ഷെ നീ വന്നേ പിന്നെ അങ്ങനെയല്ലല്ലോ. നിനക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ചേട്ടൻ മേടിച്ചോണ്ട് വരൂലേ. നീ വിഷമിപ്പിക്കല്ലേ എന്നാ ചേട്ടൻ പറയുന്നത്. അതുകൊണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം കൊണ്ടുവരും. അതുകൊണ്ട് ഇപ്പൊ ചെലവ് ഭയങ്കര കൂടുതലാ. ഞങ്ങള് 3-4 മാസം തട്ടിയും മുട്ടിയും പോന്ന് നോക്കി, ഇപ്പൊ 1 മാസം കൊണ്ട് അങ്ങ് തീരും. എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു. ഒരു വീട് പണിയണം, അതിനു വേണ്ടിയൊക്കെ ഇങ്ങനെ നമ്മള് തട്ടിയും മുട്ടിയും എല്ലാം ഇങ്ങനെ പിശുക്കിയൊക്കെ വരുമായിരുന്നു. പക്ഷെ ഇനി അത് നടക്കുകയല്ലോ. നിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം പൈസയാ ചേട്ടൻ ചെലവാക്കുന്നേ. എന്നാ ചെയ്യാനാ. മോള് കഴിച്ചോട്ടോ, മോള് കഴിച്ചോ. ഞാനിങ്ങനെ ഓരോന്ന് പൊതുവെ പറഞ്ഞതാ. മോള് കഴിച്ചോ കഴിച്ചോ.